അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. ഇന്നൊരു ഞണ്ട് പെപ്പർ മസാലയാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞണ്ടൊക്കെ വൃത്തിയാക്കി മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് പോയി കാണണേ, ക്ലീൻ ചെയ്യണേ എങ്ങനെയാണെന്ന്. പിന്നെ ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ച് ഇനി ഇതിനുള്ള മസാല റെഡിയാക്കാം. ഇഞ്ചി നന്നാക്കിയതും, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടി, പിന്നെ കുരുമുളകാണ് കേട്ടോ. കുരുമുളകിൻ്റെ അടുത്തില്ല, കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞണ്ട് വെന്താന്ന് നോക്കാം. മൂടി തുറന്ന് നോക്കിയപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് സവാള അരിഞ്ഞത്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയുടെയൊക്കെ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറണം. അപ്പോൾ അതുകൊണ്ട് ഇത് സവാള ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, അതിന് മുമ്പേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനു മുമ്പ് ഞാൻ ഞണ്ടിൻ്റെ റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെപ്പർ മസാലയാണ് കേട്ടോ. അപ്പോൾ പാകത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞണ്ട് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും മസാലയിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഒരു നുള്ളു ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് ചതച്ച മുളകുണ്ടല്ലോ, ഉണക്കമുളക്, അതും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞണ്ട് വേവിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. തക്കാളി മാത്രം മതിയെങ്കിൽ തക്കാളിയും ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി നല്ല വറ്റിയൊക്കെ വന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അടിപൊളി ഞണ്ട് പെപ്പർ മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.